ഇനിയുള്ള ചോദ്യം ആകെയുള്ളത് 3ഉം 4ഉമാണ്. അത് സ്റ്റാറ്റിക് റൗട്ടിങ് കോൺഫിഗർ ചെയ്യാൻ. കോൺഫിഗർ സ്റ്റാറ്റിക് റൗട്ടിങ് ആൻഡ് ഡൈനാമിക് റൗട്ടിങ്. 1 ഡൈനാമിക് റൗട്ടിങ് ഇതും സ്റ്റാറ്റിക് റൗട്ടിങ് ആൻഡ് ഡൈനാമിക് 2 ഡൈനാമിക് റൗട്ടിങ് ഇൻ 5 റൗട്ടേഴ്സും. 10 റൗട്ടേഴ്സിൻ്റെ ഉണ്ട്, 5 റൗട്ടേഴ്സിൻ്റെ ഉണ്ട്. ഞാൻ തൽക്കാലം എല്ലാതും 5ൽ മാത്രം കാണിച്ചു തരിക. മാത്രമല്ല 2 ക്വസ്റ്റ്യൻ കൂടി മിക്സ് ആയിട്ട് പറഞ്ഞു തരിക. ഈ ഡൈനാമിക് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഡൈനാമിക്കിൽ 2 ഉണ്ട്, RIPയും OSPFും. പിന്നെ സ്റ്റാറ്റിക് ആകെ ഒന്ന് തന്നെ ഉള്ളൂ, സ്റ്റാറ്റിക് എന്ന് തന്നെ പറയും. അപ്പോൾ തൽക്കാലം ഇതിന് പ്രയോറിറ്റി ഉണ്ട്. ഡൈനാമിക്കിൽ RIPനാണ് ഏറ്റവും കുറവ്, പിന്നെ OSPFനാണ് പ്രയോറിറ്റി കൂടുക. ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിക്കിനാണ്. അപ്പോൾ ചോദ്യത്തിൽ 1 ഡൈനാമിക് പറയുമ്പോൾ നമ്മൾ RIP മാത്രം ചെയ്യും, എളുപ്പമുള്ള കാരണം കൊണ്ട്. 2 ചോദിക്കുമ്പോൾ നമ്മൾ OSPFും ചെയ്യും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ 5 റൗട്ടേഴ്സ് വെച്ചിട്ടുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ടെക്സ്റ്റ് പോലെ കൊടുത്തിട്ടില്ലേ, അത് വെറുതെ കാണിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ആ ലൈനിൻ്റെ കണക്ഷൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഹോവർ ചെയ്താൽ അതിൻ്റെ നമ്പർ കാണും. ഇപ്പോൾ ഇതിൽ 0 അപ്പോൾ 0 കണ്ട കാരണം കൊണ്ട് നമ്മുടെ അത് 10 എന്നുള്ള വരിയുടെ അവിടെ 0 കണ്ട കാരണം കൊണ്ട് ഗീഗബിറ്റ് 00യുടെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, 10.0.0.1 എന്നിടുക. കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവും, കുറച്ചെണ്ണം ചെയ്യുമ്പോൾ. അപ്പോൾ അത് 1 എന്നിട്ടു, എന്നിട്ട് സേവ് ചെയ്യുക. അത് ഒരു സാധനം ഓണാക്കാണ്ടായിരുന്നു, ഓണാക്കുക. എന്നിട്ട് അതേ വരിയിൽ തന്നെ അപ്പുറത്ത് ഇപ്പോൾ 0 എന്നാണ് കണ്ടിരിക്കുന്നത്, ആ റൗട്ടറിൻ്റെ അടുത്ത് 0. അപ്പോൾ 0യുടെ സ്ഥലത്ത് 10ൻ്റെ വരിയിൽ അപ്പോൾ 2 ആണ് ഇടേണ്ടത്. നമ്മൾ 10 ഫസ്റ്റ് റൗട്ടറിൽ ആ 1 എന്ന് ഇട്ടു, 0യുടെ സ്ഥലത്ത് ഇവിടെ 2 എന്ന് ഇട്ടു. അപ്പോൾ ആ റൗട്ടറിൻ്റെ ഇപ്പോൾ 11ാമത്തെ വരി അവിടെ 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ റൗട്ടർ എടുത്തിട്ട് അതിൻ്റെ 1ൻ്റെ സ്ഥലത്ത് 11.1 ഇടുക, 11.0.0.1. പിന്നെ അതേ വരിയുടെ അപ്പുറത്ത് നോക്കുക, അവിടെ എന്താണ് ഗീഗ ഏതാണെന്ന് നോക്കുക. അപ്പോൾ അവിടെ 0 എന്നാണ്. അപ്പോൾ ആ റൗട്ടറിൻ്റെ 0യുടെ സ്ഥലത്ത് ഇപ്പോൾ 11ൻ്റെ വരി നമ്മൾ 1 എടുത്തു, അപ്പോൾ ഇനി 2 ഇടുക, 11.0.0.2. ഒന്നുകൂടി ചെക്ക് ചെയ്യാണ്, അത് 00 ആ റൗട്ടറിൻ്റെ. അപ്പോൾ 0ത്തിൻ്റെ അവിടെ ഓണാക്കി 11.0.0.2 എന്നിട്ടു. ഒരു ഓർഡറിൽ ചെയ്യവും നല്ലത്, ക്ലോക്ക് വൈസ് പോലെ. പിന്നെ അത് നോക്കി, അപ്പോൾ 1 ഗീഗ 1, അപ്പോൾ 1ൻ്റെ സ്ഥലത്ത് ഇപ്പോൾ 12ാമത്തെ വരി, അപ്പോൾ 12ാമത്തെ 1 ഇടുക. അപ്പോൾ ആ ലൈൻ്റെ തന്നെ എൻഡിൽ 2 വരിക ബാക്കി. അപ്പോൾ അത് നോക്കി 1 ആണ്, അവിടെ 2 കൊണ്ടിടും ആ വരിയുടെ 12.0.0.2. ഇതിപ്പോൾ അടുത്ത വരി നോക്കുക, അടുത്ത വരി ഇപ്പോൾ 13ൻ്റെ ആയില്ലേ, 13ൻ്റെ തുടക്കം 0 അവിടെ 12ൻ്റെ വരി 1ൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് 1 ഇട്ടു. അവിടെ ഇതായിരുന്നില്ല വരേണ്ടിയിരുന്നത്, മാറിപ്പോയി. 0 ആണ് അവിടെ വരിക. എപ്പോഴും ആ ലൈനൊന്ന് ചെക്ക് ചെയ്യുക, ആ റൗട്ടറിൻ്റെ അടുത്ത് ആ സൈഡിൽ ഏതാണ് വരുന്നത്. 1 ഇട്ടു, 13ൻ്റെ 1 ആണ് അവിടെ വരിക ആ ലൈനിൽ. അപ്പോൾ 13ൻ്റെ അതവിടെ എന്താ വരുന്നത് കണ്ട, അവിടെ 0 ആണ് വന്നത്. അപ്പോൾ 13ൻ്റെ 2 ഇടാണ്ട് ആ റൗട്ടറിൽ 0യുടെ സ്ഥലത്ത് പോവുക. അതെ, പിന്നെ ഇൻ്റർഫേസിലത്തെ ഇതിൻ്റെ കാര്യം കേട്ടോ ഞാൻ ഇത്രയും നേരം പറയേണ്ടിയിരുന്നത്. 2 ഇട്ടു. ഒന്നുകൂടിയും പറയാം, ആ വരി എടുക്കുക, വരിയുടെ ഒരു സ്ഥലത്ത് 1 ആ 14.0.0.1 എന്നും വരും, ഒരു സ്ഥലത്ത് 0.0.2 എന്നും വരും. ആ 1 ഇടുന്നത് ആ മറ്റേ റൗട്ടറിലും മറ്റേ റൗട്ടറിലും ഇടുക. അത് പൊസിഷൻ ഏതിലായിട്ടുണ്ടെന്നുള്ളത് ആ ലൈനിൻ്റെ അവിടെ ഹവർ ചെയ്താൽ മനസ്സിലാവും.
ജസ്റ്റ് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എവിടെയാണ് ഹവർ ചെയ്തിട്ട് നോക്കണത് എവിടെയാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ എല്ലാവിടെയും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവിടെയും ഒരു കണക്ഷൻ കഴിയുമ്പോൾ പച്ച കളറാവും, എല്ലാവിടെയും കഴിയുമ്പോൾ സെറ്റായി. ഇനി നമ്മൾ നോർമലി CLIയിൽ പോയിട്ടാണ് അടിക്കുക കോഡ്, അല്ലെങ്കിൽ RIPയുടെ ഇവിടെ കോൺഫിഗറിൽ പോയിട്ട് എടുത്താലും മതി. അതിൻ്റെ താഴെ കണ്ടോ ഒരു കോഡിൻ്റെ സെക്ഷൻ, അവിടെ ഓട്ടോമാറ്റിക്കലി വരും ഇവിടെ അടിച്ചാൽ. ശരിക്കും കോഡ് വഴിയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഇതാണ് നല്ലത് RIPയുടെ കേസിൽ. OSPFന് അങ്ങനത്തെ ഇതില്ല സൈഡിൽ, അതുകൊണ്ട് RIP വഴി തന്നെ ചെയ്യണം. ഇപ്പോൾ നമ്മൾ 10ഉം 11ഉം കയറ്റി എന്താ വെച്ചിട്ടാ, ഇതിപ്പോൾ RIPയും OSPFും ഡൈനാമിക്കാണ്. ഡൈനാമിക്കിന് അടുത്തുള്ള ലൈനുകളുടെ ഇതാണ് എഴുതുക. ഇതിപ്പോൾ 10ഉം 11ഉം എഴുതിയിട്ട് റൗട്ടറിൻ്റെ അടുത്തുള്ള ലൈനുകൾ 10ഉം 11ഉമാണ്. റൗട്ടർ സെൻറ്ററത്തെ റൗട്ടർ. ഇപ്പോൾ രണ്ടാമത്തെ റൗട്ടർ എടുത്തു, അതിൻ്റെ അടുത്തുള്ളത് 11ഉം 12ഉമാണ് എൻ്റെ അറിവിൽ. അപ്പോൾ 11ഉം കയറ്റി 12ഉം കയറ്റുക, 11ഉം കയറ്റി 12ഉം കയറ്റി 000 കേട്ടോ. അപ്പം ആ റൗട്ടർ എടുത്തു, അതിൻ്റെ അടുത്തുള്ളത് 12ഉം 13ഉമാണ്. അപ്പോൾ ഡൈനാമിക്കിന് അടുത്തുള്ള സാധനങ്ങളുടെ ഇത് എഴുതുക, ലൈനിൻ്റെ IP എഴുതുക. അപ്പോൾ അതിന് 12ഉം 13. ഇനി അടുത്ത റൗട്ടറിൻ്റെ അടുത്തുള്ളത് 14ഉം 13ൻ്റെയും IPകളാണ്. അപ്പോൾ 13ൻ്റെ 00 ആഡ് ചെയ്യുക, 14ൻ്റെ 00 ആഡ് ചെയ്യുക. അങ്ങനെ എല്ലാത്തിനെയും ചെയ്യുക. അതാണ് RIP സെറ്റപ്പ്. RIPന് എല്ലാ റൗട്ടറും എടുക്കുക, ഇത് മറ്റേത് എഴുതുക. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് RIP ഉണ്ട്, 2 ക്വസ്റ്റ്യനും ഉണ്ട്. എല്ലാ 2 ക്വസ്റ്റ്യനിലും RIP ആദ്യം സെറ്റ് ചെയ്യണം. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് RIPയും OSPFും RIPയും ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ RIPയും പിന്നെ സ്റ്റാറ്റിക് പോകുക, അത് രണ്ടും ചെയ്തിട്ട് സ്റ്റാറ്റിക് റിമൂവ് ചെയ്തിട്ട് RIP കാണിച്ചു കൊടുക്കുക ചെയ്യുക. അതിപ്പോൾ ഷോ IP റൗട്ട് എന്ന് അടിക്കുക, CLI പോയിട്ട് ഏതെങ്കിലും ഒരു റൗട്ടർ എടുത്തിട്ട്. ഇതിപ്പോൾ റൗട്ടർ ഇങ്ങനെ വരണമെങ്കിൽ CTRL-C ഒപ്പം അമുക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ആ റൗട്ടർ മാത്രമായിട്ട് വരും. അങ്ങനെ വന്നാൽ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഷോ IP എന്ന് കൊടുത്തപ്പോൾ കുറേ സാധനങ്ങൾ വന്നില്ലേ, അതിൽ കണ്ട ഞാൻ ഹൈലൈറ്റ് ചെയ്ത RIP വെച്ചിട്ട് കണക്ഷൻ ചെയ്തിരിക്കണമെന്നാണ്. അത് വേറെ റൗട്ടറും കൂടി എടുത്തിട്ട് കാണിച്ചു തരാം. രണ്ടാമത്തെ റൗട്ടർ ഇടുക, അതിലൊന്ന് CLIയിൽ പോയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിപ്പോൾ വേറെ ഇത് CTRL-C അടിച്ചിട്ട് ആ റൗട്ടർ ഹാഷിലേക്ക് എത്തിക്കണം. എന്നിട്ട് IP റൗട്ട് നടിക്കുക. അപ്പോൾ 6 വെച്ച് 2 6കൾ കണ്ടില്ലേ, 2 നോടിക്കുക 6 RIP വെച്ചിട്ട് കണക്ഷൻ. അത് കാണിച്ചാൽ RIP ആയി എന്നാണ് ശരിക്കും. പിന്നെ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ OSPF ചെയ്യണം. ഇപ്പോൾ കോൺഫിഗ് OSPF ചെയ്യണമെങ്കിൽ ആദ്യം അടിക്കേണ്ടത് ഇങ്ങനത്തെ റൗട്ടർ വന്നു വെച്ചാൽ കോൺഫിഗർ ടെർമിനൽ എന്ന് അടിക്കുക. അപ്പോൾ ബ്രാക്കിൽ റൗട്ടർ കോൺഫിഗ് എന്ന് വരും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എൻ്റർ അമർത്തി ഇങ്ങനെ താഴേക്ക് വരും, നോക്കണ്ട. പിന്നെ റൗട്ട് OSPF 1 എന്ന് കൊടുക്കുക. ഈ 3 കമാൻഡുകളാണ് ഓർക്കാനുള്ളത്. കോൺഫിഗർ ടെർമിനൽ അടിച്ചിട്ട് വരിക, പിന്നെ റൗട്ടർ OSPF 1. ഈ 1ൻ്റെ അവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കുക, അതൊരു ID ആണ്, എന്നാലും നമ്മൾ 1 ഇടണം. റൗട്ട് OSPF 1. പിന്നെ നെറ്റ്വർക്ക് റൗട്ട് OSPF 1 കൊടുക്കുമ്പോൾ താഴെ പിന്നെയും മാറും കേട്ടോ, കോൺഫിഗർ റൗട്ടർ എന്നാവും. പിന്നെ നെറ്റ്വർക്ക് ഇതിപ്പോൾ OSPFനും RIPയിലും ഞാൻ അടുത്തുള്ള ലൈനുകളുടെ ഇതാ കൊടുക്കുക പറഞ്ഞില്ലേ, അതേമാതിരി ഇതിൽ ചെയ്യുക. OSPFിൽ അടുത്തുള്ളത് കൊടുക്കുക. 10ഉം 11ഉമാണ് അതിൻ്റെ അടുത്തുള്ളത്, അത് കൊടുത്തു. അതിട്ട് കൊടുക്കുന്നതിന് കൂടെ തന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. OSPFന് അടുത്തുള്ളതും കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ റിവേഴ്സ് സബ്നെറ്റ് മാസ്കും കൊടുക്കുക. നോർമലി സബ്നെറ്റ് മാസ്ക് 255.0.0.0 ആണ്. ഇവിടെ 0 അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്കുക, 0 255 255 എന്നിട്ട് അതിൻ്റെ അവസാനം ഏരിയ 1 എന്നും കൂടി കൊടുക്കുക. ഈ 3 കോഡാണ് പഠിക്കാനുള്ളത്. കോൺഫിഗർ ടെർമിനൽ, റൗട്ടർ OSPF 1, നെറ്റ്വർക്ക് അതിൻ്റെ അടുത്തുള്ള നെറ്റ്വർക്കിൻ്റെ ലൈനിൻ്റെ പേര് ഇത് IP, പിന്നെ അതിൻ്റെ സബ്നെറ്റ് മാസ്ക് ഏരിയ 1. എന്നിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 10ഉം 11ഉം കൊടുത്തു, അതിൻ്റെ അടുത്തുള്ളത് 10ഉം 11ഉം ആയ കാരണം കൊണ്ട്. ഈ 3 സാധനം എന്നിട്ട് എല്ലാത്തിലും ചെയ്യണം, എല്ലാ റൗട്ടറിലും. എല്ലാ റൗട്ടറും എടുക്കുക, റൗട്ടർ ഹാഷ് വരുന്ന പോലെ CTRL-C അമുക്കുക, എന്നിട്ട് കോൺഫിഗർ ടെർമിനൽ അടിക്കുക, കയറുക,
റൗട്ടർ RIP ഇവിടെ നമുക്ക് ടെർമിനൽ വഴി ചെയ്യാൻ പറ്റും പറഞ്ഞില്ലേ RIP സെറ്റപ്പ്, അതങ്ങനെയായിരുന്നു. ഇതിപ്പോൾ ഇവിടെ കണ്ടില്ലേ റൗട്ടർ RIP എന്ന് റൗട്ടർ ഹാഷ്, അവിടെ റൗട്ടർ RIP എന്ന് കൊടുക്കുക കോൺഫിഗർ ടെർമിനൽ കൊടുത്തിട്ട്. റൗട്ടർ RIPന് ശേഷം വെറുതെ നെറ്റ്വർക്ക് 10 വെറും തുടക്കം മാത്രം എഴുതുക. അപ്പോൾ നെറ്റ്വർക്ക് 10.0.0 ആകേണ്ട ആവശ്യമില്ല, എന്നാലും അത് ആ ടെർമിനലിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇപ്പോൾ ഇത്തിരി മുമ്പ് കണ്ട സ്ക്രീനിൽ ആഡ് കൊടുക്കുമ്പോൾ താഴെ വരും. നമുക്ക് OSPFൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. RIP മറ്റേ ടെർമിനൽ വഴി ചെയ്യാം, മറ്റേ എന്താണ് കോൺഫിഗ് വഴി. അടുത്ത ടെർമിനൽ എടുക്കുക, സെയിം പരിപാടി ചെയ്യുക. കോൺഫിഗർ ടെർമിനൽ അടിച്ച് കഴിഞ്ഞ് വെച്ചാൽ റൗട്ടർ OSPF1 എന്നിട്ട് നെറ്റ്വർക്ക്, അതിൻ്റെ അടുത്തുള്ള നെറ്റ്വർക്കുകളുടെ ലൈനിൻ്റെ പേര്. ഇതിപ്പോൾ ഞാൻ അറിയാതെ 10 എന്ന് ഒരു പ്രാവശ്യം കൊടുത്തു, അതിൻ്റെ അടുത്തുള്ളത് 10 അല്ല, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അടുത്തതും കൂടിയും കൊടുത്തു, 11 12. അപ്പോൾ അറിയാതെ ഒന്നുകൂടിയും കൊടുത്തു, കുഴപ്പമില്ല. ഇത് ഏതെങ്കിലും ഒരു സാധനം അറിയാതെ പിറകെ പോയി കഴിഞ്ഞ് വെച്ചാൽ പിന്നെയും കോൺഫിഗ് ടെർമിനൽ അടിച്ചിട്ട് ആ സൈഡത്തെ സാധനം അവിടേക്ക് എത്തിച്ചാൽ മതി. ആദ്യം കോൺഫിഗ് ടെർമിനൽ എടുക്കുക, റൗട്ടർ OSPF1 കൊടുക്കുക, അപ്പോൾ അടിക്കേണ്ടത് എത്തും. അറിയാതെ പിറകെ പോയാൽ ഇപ്പോൾ CTRL-C വെച്ചാൽ പിറകിൽ പോകാൻ ചാൻസ് ഉണ്ട്, അറിയാതെ ടൈം ഔട്ടും വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇടയിലുണ്ടായത്. അടുത്തെടുത്തു സെയിം പരിപാടി, CTRL-C വെച്ചിട്ട് പിറകെ പോവുക. വെച്ചാൽ ഇപ്പോൾ RIPയിലാണ് നിൽക്കുന്നത്. ഓക്കെ ശരി. റൗട്ടർ എത്തി, കോൺഫിഗ് ടെർമിനൽ കൊടുത്തു, റൗട്ടർ OSPF1 കൊടുത്തു. പിന്നെ നെറ്റ്വർക്ക് അതിൻ്റെ അടുത്തുള്ള സാധനങ്ങൾ കൊടുക്കുക. ഇതിപ്പോൾ 12 13 ആയിരിക്കും. ഞാൻ നെറ്റ്വർക്കിൻ്റെ സാധനം കോപ്പി ചെയ്ത് വെച്ചിരിക്കുക, അതാണ് പെട്ടെന്ന് വരുന്നത്. ഇതിലും സെയിം പരിപാടി, പിറകെ പോവുക, റൗട്ടർ ഹാഷ് വരുന്നവരെ പോവുക, കോൺഫിഗർ ടെർമിനൽ എടുക്കുക, റൗട്ടർ OSPF1 കൊടുക്കുക. റൗട്ടർ RIP എന്ന് കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ RIP സെറ്റപ്പ് നമ്മൾ കമാൻഡ് ലൈൻ വഴി ചെയ്യണതാണ്. അതിന് വരെ നമ്മൾ റൗട്ടർ OSPF1 എന്ന് കൊടുത്താൽ OSPFൻ്റെ പരിപാടി. എന്നിട്ട് നെറ്റ്വർക്ക് അതിൻ്റെ അടുത്തുള്ളത് 13.0.0, പിന്നെ അതിൻ്റെ റിവേഴ്സ് സബ്നെറ്റ് മാസ്ക് ഏരിയ 1. ആ കോഡ് ബൈ ഹാർട്ട് 3 കോഡാണ് പഠിക്കാനുള്ളത്. ഒന്ന് കോൺഫിഗർ ടെർമിനൽ, പിന്നെ റൗട്ടർ OSPF1, പിന്നെ നെറ്റ്വർക്ക് അതിൻ്റെ ലൈനിൻ്റെ അടുത്തുള്ള ലൈനിൻ്റെ പേര്, റിവേഴ്സ് സബ്നെറ്റ് മാസ്ക് ഏരിയ 1. ഇതിലും അതെ, റൗട്ടർ OSPF1 കൊടുത്തു, കോൺഫിഗ് ടെർമിനൽ കൊടുത്തതിന് ശേഷം നെറ്റ്വർക്ക് അടുത്തുള്ളത് 10 ലാസ്റ്റ് 1 അല്ലേ, അപ്പോൾ 10 14 അല്ല 11 അല്ല 14. റിവേഴ്സ് സബ്നെറ്റ് മാസ്കും ഏരിയ 1 എപ്പോഴും ഒരേ തന്നെ, ആകെ മാറ്റേണ്ട അടുത്തുള്ള IPകളാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും OSPFും കറക്റ്റായി. ഇനി ഷോ IP ഏത് റൗട്ടർ എടുത്തിട്ട് CLIയിൽ അടിച്ച് നോക്കിയാലും അത് റൗട്ടർ ഹാഷിലേക്ക് പോവുക, CTRL-C വെച്ചിട്ട്. ഓക്കെ, ഷോ IP കൊടുത്തു വെച്ചാൽ കാണിക്കും ആ 6 ഉള്ള സ്ഥലത്ത്. എല്ലാം ചെയ്ത് കഴിഞ്ഞാലാണ് കാണിക്കുക. 2-3 ചെയ്താൽ ചിലത് ആയി മാറിയിട്ടുണ്ടാവും, പക്ഷേ എല്ലാം ആയി മാറിയിട്ടുണ്ടാവില്ല. എല്ലാം ചെയ്താലേ ആവുള്ളൂ, ഓൾമോസ്റ്റ് എല്ലാതും. ഇപ്പോൾ എല്ലാതും 6 ഉള്ള സ്ഥലങ്ങളൊക്കെ ആയി മാറി. ഒന്നുകൂടി ഷോ IP എടുക്കുന്നു, റൗട്ടർ ഹാഷിൽ ഷോ IP റൗട്ട്. ഓക്കെ, കണ്ടു 3. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് OSPF ചെയ്യേണ്ട ആവശ്യമില്ല. RIP ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് സ്റ്റാറ്റിക്കിലേക്ക് പോവുക. ഇനി പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിക്കാണ്. ഇതിൽ എന്താ പറയുക, OSPF രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ OSPFും ചെയ്യണം, ഇതും ചെയ്യണം, 3 ചെയ്യണം. ഇതിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ശരിക്കും. കൃത്യം 5 ഇത്. മറ്റേതിൽ OSPF ചെയ്യാതിരുന്നാൽ മതി. 9 10 ഇത് റൗട്ടർ ആക്കണം. സ്റ്റാറ്റിക്. ഇതിപ്പോൾ കോൺഫിഗ് പോയി, ഒരു റൗട്ടർ എടുത്തു, സ്റ്റാറ്റിക് എടുത്തു. സ്റ്റാറ്റിക് എടുക്കലാണ് പ്രശ്നം. സ്റ്റാറ്റിക്കിൽ ആ റൗട്ടറിൻ്റെ അടുത്തുള്ള 2 പേര് നോക്കാതെ ബാക്കിയുള്ളത് ഫുള്ള് നോക്കുക.
ഇപ്പോൾ ഡൈനാമിക്കിൽ നമ്മൾ അടുത്തുള്ളതല്ലേ നോക്കി, ഇതിൽ അടുത്തുള്ളതല്ലാത്തത്. ഇതിപ്പോൾ ആ ഫസ്റ്റ് റൗട്ടറിൻ്റെ അടുത്തല്ലാത്തത് 14, 13, 12 അടുത്തുള്ളത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നോക്കുക. അപ്പോൾ 10 ഉള്ള സാധനത്തിൽ നമുക്ക് ബാക്കിയുള്ളത് ഫുള്ള് എഴുതേണ്ടി വരും, 8 എഴുതേണ്ടി വരും. ഇതിലിപ്പോൾ 3 എഴുതേണ്ടി വരും രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ. ഇപ്പോൾ CLI എടുക്കുക, സ്റ്റാറ്റിക് എടുക്കുക. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ കുറേ പണിയുണ്ട്. 14 ആദ്യം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സാധനങ്ങൾ എഴുതി. ഓപ്പോസിറ്റുള്ള ഫസ്റ്റ് വൺ 14ൻ്റെ വരി, അതിപ്പോൾ 14, 0, 0, 0. ഞാൻ 0, 0 പറയണില്ല, 14. അപ്പോൾ 14ൻ്റെ സാധനം എഴുതി, അതിൻ്റെ സബ്നെറ്റ് മാസ്ക് എഴുതി. ഈ സബ്നെറ്റ് മാസ്ക് ഒന്ന് കോപ്പി ചെയ്ത് വെച്ചോ. 255.0.0.0 എല്ലാവിടെയും ചെയ്യാണ്ട് കോപ്പി ചെയ്ത് വെച്ചു. എന്നിട്ട് നെക്സ്റ്റ് ഹോപ്പ്. ഇവിടെയാണ് ട്രിക്ക് വരുന്നത്. നെക്സ്റ്റ് ഹോപ്പ് പറയുമ്പോൾ ആ വരിയിലോട്ട് പോകണമെങ്കിൽ ആ റൗട്ടറിന് എങ്ങനെ പോകണമെന്നാണ്. അപ്പോൾ ആ റൗട്ടറിൻ്റെ വരി നിന്ന് പോണ വരിയുടെ ദൂരത്തുള്ള സാധനം, ഇതിപ്പോൾ ആ വരിയാണ് വരുന്നത്. 14ക്ക് പോകണമെങ്കിൽ അടുത്തുള്ള വരി അതാണ് 10ൻ്റെ. ആ 10ൻ്റെ വരിയിൽ ദൂരെ, ആ റൗട്ടറിൽ നിന്ന് ദൂരെ ഉള്ള സാധനം ഏതാ നോക്കി. അപ്പോൾ ആ സാധനമാണ് ഫസ്റ്റ് റൗട്ടർ 1. അതിൻ്റെ ഇപ്പോൾ ഞാൻ ആരോട്ട സ്ഥലം അത് പറയണത് 10.1 നമ്മൾ മുകളിൽ അസൈൻ ചെയ്തു. അപ്പോൾ 2 10.2 ആ സ്ഥലത്ത് വരുന്നത്. ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. സോറി, 10.1 നമ്മൾ ക്ലോക്ക് വൈസ് അല്ലേ അസൈൻ ചെയ്തത് നമ്പർ. അവിടെ 10.1 പിന്നെയാണ് 10.2 വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ആഡ് ചെയ്തു 14ൻ്റെ. ഇനി 13ലേക്ക് എത്തണമെങ്കിൽ അതേ വരി തന്നെ യൂസ് ചെയ്യുക. അതേ ഹോപ്പ്, നെക്സ്റ്റ് ഹോപ്പ് തന്നെ. നെക്സ്റ്റ് ഹോപ്പ് പറഞ്ഞാൽ നെക്സ്റ്റ് ഇതിലേക്കുള്ള ഹോപ്പ്. ആ റൗട്ടറിൽ നമ്മൾ ആ സ്ഥലത്ത് എവിടെ അസൈൻ ചെയ്തതെന്ന് എന്താണെന്ന് നോക്കണത്. ഇപ്പോൾ സെയിം സാധനം ആഡ് ചെയ്യുക. എന്താ വെച്ചാൽ അതന്നെ യൂസ് ചെയ്യുക, ഈക്വലാണ് ഡിസ്റ്റൻസ്. പക്ഷെ ബാക്കി മറ്റേതിൽ ഒന്ന് കൃത്യമായി നോക്കണം കേട്ടോ. അടുത്ത ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് നോക്കണം കേട്ടോ. ഇനി 12 12ക്ക് എത്തണമെങ്കിൽ 11ൻ്റെ വരി എടുക്കണം. 11 റൗട്ടർ 3ലേക്ക് പോണ സ്ഥലമല്ലേ. അപ്പോൾ അത് ഏതാ നോക്കുക. അതിന്ന് ആ റൗട്ടറിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുതലായ ആ വരിയുടെ സാധനം അതിൻ്റെ ഉള്ളിൽ ക്ലോക്ക് വൈസ് അസൈൻ ചെയ്താറുണ്ട്. 10.2 വരിക, അല്ല 11.2, സോറി 11ൻ്റെ വരിയിൽ രണ്ടാമത്തെ അതും ആഡ് ചെയ്തു. ഇതേ പരിപാടി എല്ലാ റൗട്ടറിലും ചെയ്യണം. ഇപ്പോൾ 10 റൗട്ടർ വരുമ്പോൾ 10 റൗട്ടറിലും 8 പ്രാവശ്യം വെച്ച് ചെയ്യണം. അവിടെയാണ് പ്രശ്നം വരുന്നത്. അടുത്ത റൗട്ടർ എടുത്തു, അതിൻ്റെ ദൂരത്തുള്ള സാധനങ്ങൾ ഏതാ നോക്കി. 10, 14, 13. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് ആക്കുന്നുണ്ട്. പത്തും 14, 13 10, 14, 13ക്കുള്ള ഹോപ്പ്, നെക്സ്റ്റ് ഹോപ്പ് കാണുന്നതാണ് പണി. ആദ്യം 10 എഴുതി, 10ൻ്റെ സബ്നെറ്റ് മാസ്ക് നോർമൽ സാധനം 255.0.0.0 നെക്സ്റ്റ് ഹോപ്പ്. 10ലേക്ക് പോകണമെങ്കിൽ ആ റൗട്ടറിന്, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത റൗട്ടറിന് ഈ റൗട്ടറിന് ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇതാണ് നോക്കേണ്ടത്. ആ വരിയിൽ രണ്ടാമത്തെ അത് 11.1 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലോക്ക് വൈസ് ആണല്ലോ അസൈൻ ചെയ്ത്. അപ്പോൾ ഇനി 14ക്കും അതന്നെ ചെയ്യുക. കാരണം വെച്ചാൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി 13ലേക്ക് പക്ഷേ ഈ റൗട്ടർ ഈ സാധനം എടുക്കണം. അത് നമ്മൾ അസൈൻ ചെയ്തത് 12.2 ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് 12.2 അത് ആഡ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇതേമാതിരി അടുത്തത് ആ റൗട്ടറിൻ്റെ ദൂരത്തുള്ളത് 14, 10, 11 അടുത്തുള്ള അല്ലാത്തത്. സ്റ്റാറ്റിക് എടുത്തു, 14 കയറ്റി 0, 0. അതിൻ്റെ 14ലേക്ക് പോകണമെങ്കിൽ 13.2 നെക്സ്റ്റ് ഹോപ്പ്. അതിൻ്റെ അടുത്തുള്ള വരിയിലത്തെ രണ്ടാമത്തെ സാധനം, അടുത്തുള്ള വരിയിലത്തെ രണ്ടാമത്തെ സാധനം. ആ നെക്സ്റ്റ് ഹോപ്പിൻ്റെ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടിയും പറയാം. ദൂരത്തുള്ള സാധനത്തിൻ്റെ വരി എടുക്കുക 3. ഇതിലിപ്പോൾ 3. മറ്റേതിൽ കുറേ എണ്ണം വരും, 10 റൗട്ടറുള്ളപ്പോൾ. അപ്പോൾ 11, ഇതിപ്പോൾ 11ാമത്തെ റൗട്ടർക്ക് ആ റൗട്ടറിൽ നിന്ന് പോകണമെങ്കിൽ നമ്മൾ 12ൻ്റെ വരിയിലത്തെ രണ്ടാമത്തെ സാധനം എടുക്കണം. അതേ അതിൻ്റെ അടുത്തുള്ള വരിയിലത്തെ രണ്ടാമത്തെ സാധനം, ദൂരത്ത് നിൽക്കുന്ന സാധനം.
അത് നമ്മൾ അസൈൻ ചെയ്തത് 12:1 അവിടെ ലോജിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അസൈൻ ചെയ്തത് ക്ലോക്ക് വൈസ് ആയിട്ടാണല്ലോ, 10:1 10:2 11:1 11:2 അങ്ങനെയാണല്ലോ. അപ്പോൾ ആ റൗട്ടറിൻ്റെ എണ്ണി എടുക്കുമ്പോൾ 10ഉം 13ഉം അല്ല 10ഉം 11ഉം 12ഉം ഇപ്പോൾ സെയിം പരിപാടി. ഓക്കെ, ആ റൗട്ടറിൻ്റെ 10 11 12 10 എടുത്തു. 10ലേക്ക് പോകണമെങ്കിൽ ആ റൗട്ടർ 0 പറഞ്ഞ സ്ഥാനത്ത് നിന്ന് പോകണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 14ത്തെ രണ്ടാമത്തെ സാധനം, മീൻസ് 14:2 ക്ലോക്ക് വൈസ് ആയിട്ടാണല്ലോ അസൈൻ ചെയ്തത്. അപ്പോൾ 14:1 താഴെ വരും, 14:2 മുകളിൽ വരും. അപ്പോൾ 14:2 വേണം എടുക്കാൻ. ആ റൗട്ടറിൽ നിന്നും ദൂരെ നിൽക്കുന്ന സാധനം, അതിൻ്റെ അടുത്തുള്ള വരിയിൽ. നെക്സ്റ്റ് ഹോപ്പ് പറയുമ്പോൾ ഏത് ഹോപ്പിൽ കൂടെ വേണം നെക്സ്റ്റിലേക്ക് പോകാമെന്ന്. എൻ്റെ അറിവിൽ വൈവ ക്വസ്റ്റ്യൻസിൽ എന്താ എത്ര ഹോപ്പ് കൗണ്ട് എന്താന്ന് 15 എന്തോ ഉണ്ട്. 15 പ്രാവശ്യം ഓടാൻ പറ്റുള്ളൂ ശരിക്കും ഇങ്ങനെ. അതെന്തായിക്കോട്ടെ. ഇതിപ്പോൾ 12ലേക്ക് പോകണമെങ്കിൽ 13:1 എടുക്കണം. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നല്ല പ്രശ്നം ഉണ്ടാവും. അതാണ് പറഞ്ഞത്, 10 റൗട്ടർ വരുമ്പോൾ നല്ല പ്രശ്നമാണ്. എല്ലാം കൃത്യമായിട്ട് ചെയ്യണം, ഒരു ഓർഡറിൽ ചെയ്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് റൗട്ടർ അതിൻ്റെ അടുത്തുള്ളത് ദൂരത്തുള്ള 11ഉം 12ഉം 13ഉമാണ്. 11ലേക്ക് പോകണമെങ്കിൽ 10:2 എടുക്കണം അല്ലേ? അതെ, 10:2 ആ റൗട്ടറിൻ്റെ അതേ അടുത്തുള്ള വരിയിലത്തെ രണ്ടാമത്തെ സാധനം, 6 സാധനം. പന്ത്രണ്ടേക്ക് പോകണമെങ്കിൽ അതേ സാധനം തന്നെ യൂസ് ചെയ്യാം. 12 പിന്നെ ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഏതെടുത്താലും കുഴപ്പമില്ല തോന്നുന്നു. ഇനി 13ലേക്ക് എത്തണമെങ്കിൽ പക്ഷെ മാറ്റണം. അവിടെ 14:1 യൂസ് ചെയ്യണം. അതും കയറ്റി. ഇതാണ് സ്റ്റാറ്റിക്. 2 ക്വസ്റ്റ്യനിലും സ്റ്റാറ്റിക്കും ഉണ്ട്, RIP ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പ്രയോറിറ്റി ഉണ്ടെന്ന്. നമ്മൾ 3 സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ സ്റ്റാറ്റിക്കിനാണ്. അപ്പോൾ സ്റ്റാറ്റിക്കേ കാണിക്കുള്ളൂ ഷോ IP എന്ന് കൊടുക്കുമ്പോൾ. ഷോ IP റൗട്ട്, ഷോ IP റൗട്ട് കണ്ടപ്പോൾ കണ്ടോ 6 ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ SI. ഈ Cയും Lയും ഒന്നും നോക്കണ്ട, അതൊക്കെ ഡയറക്റ്റ് കണക്ഷൻ എന്നെന്തോന്ന് അർത്ഥം. ബാക്കിയുള്ളത് ഫുൾ SI. ഇനി അവരെങ്ങനെ ടെസ്റ്റ് ചെയ്യുക വെച്ചിട്ട് അതെങ്ങനെ വർക്കൗണ്ടെന്ന് നോക്കുക വെച്ചിട്ടാണ് ഇത് റിമൂവ് ചെയ്യും. ആദ്യം സ്റ്റാറ്റിക് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ അവിടെ O ആണ് കാണേണ്ടത്. ഇപ്പോൾ എല്ലാ റൗട്ടറിലൊന്നും രണ്ടാമത്തെ റൗട്ടറിലും ഏത് റൗട്ടറിൽ ഷോ IP റൗട്ട് എന്ന് കൊടുത്താലും ഈ ഹാഷ്ടാഗ് റൗട്ടർ ഹാഷ്ടാഗിൻ്റെ അവിടെ കൊടുത്താൽ അവിടെ S എന്നാണ് വരിക അല്ലേ. ഇനി നമ്മൾ സ്റ്റാറ്റിക് ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ റിമൂവ് ചെയ്ത് അവരങ്ങനെ നോക്കുക. അപ്പോൾ റിമൂവ് ചെയ്തു. ഇനി ഷോ IP എന്ന് കൊടുത്തുമ്പോൾ S ഒക്കെ പോയിട്ട് അവിടെ നമ്മൾ രണ്ടാമത് പ്രയോറിറ്റി ഉള്ളത് OSPF-നാണ്. അപ്പോൾ OSPF കാണിക്കും. OSPF മീൻസ് O കാണിക്കും. ഷോ IP റൗട്ട് കണ്ടോ, S ഉള്ള സ്ഥലങ്ങളൊക്കെ O ആയി മാറി. അതിപ്പോൾ ഏത് റൗട്ടർ എടുത്ത് ചെയ്താലും അങ്ങനെ. ഇനി ഈ O കളഞ്ഞ 6 കാണണം. അതവർ ചെക്ക് ചെയ്യേണ്ടതാണ്, നമുക്കറിയേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ OSPF ഇട്ടത് എങ്ങനെയാണ് അതിൻ്റെ മുമ്പിൽ നോ എന്ന് ഇട്ടാൽ മതി. നോ നെറ്റ്വർക്ക് IP അഡ്രസ്സ് കാര്യങ്ങൾ. അപ്പോൾ RIP ഇതാ 12 13 അത് കാണിക്കണമെങ്കിൽ ഓക്കെ. റിമൂവ് ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാര്യമില്ല, അത് നോക്കേണ്ട, എൻ്റെ അറിവിൽ അറിയേണ്ട ആവശ്യമില്ല, അവർ നോക്കേണ്ടതാണ്. എന്നാലും O കളയണമെങ്കിൽ നമ്മൾ എങ്ങനെയാണോ OSPF കയറ്റി അതേമാതിരി ചെയ്യണം. ലൈക്ക് ഷോർട്ട് കോൺഫിഗ് ടെർമിനൽ കൊടുക്കുക, റൗട്ടർ എന്തായിരുന്നു റൗട്ടർ OSPF 1 കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നെറ്റ്വർക്ക് എന്ന് അടിച്ചിട്ട് നമ്മൾ അടിക്കുന്നതിന് പകരം നോ നെറ്റ്വർക്ക് എന്ന് അടിച്ചിട്ട് അടിക്കുക. സെയിം പരിപാടി. അപ്പോൾ റൗട്ടർ OSPF 1 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ നെറ്റ്വർക്ക് കൊടുക്കുന്നതിന് പകരം നോ IP റൗട്ടോ അതല്ല കേട്ടോ, ഇതല്ല. ഈ കോഡ് നോക്കണ്ട,
അവിടെ എന്തോ പ്രശ്നമുണ്ട്. അറിയേണ്ടത് എന്താ പറയുക, നോ നെറ്റ്വർക്ക്, നമ്മുടെ ആ നെറ്റ്വർക്ക് കയറ്റിയ OSPF-ൻ്റെ സാധനം, പിന്നെ അതിൻ്റെ സബ്നെറ്റ് മാസ്ക് ഏരിയ 1 അങ്ങനെ അത്ര മാറിയിട്ട് 6 ആവും. അപ്പോൾ ശരി.